ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങൾ പലപ്പോഴും കേരളത്തിലെ പത്രങ്ങൾ അവഗണിക്കുന്നു. ദേശീയ രാഷ്ട്രീയം ഏകദേശം മോദിക്ക് തീറെഴുതി കൊടുത്ത പോലെയാണ്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വല്ല ഷോയുമൊക്കെ കാണിക്കണം. രാഹുൽ ഗാന്ധി ആണെങ്കിൽ ആരോടും മിണ്ടാതെ വിയറ്റ്നാമിലേക്ക് കടന്നിരിക്കുക. ഈ വിയറ്റ്നാമിലേക്ക് പോയി എന്ന് പോലും റിപ്പോർട്ട് ചെയ്യാൻ വയ്യാതെയാണ് നമ്മളുടെ മാധ്യമങ്ങളിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു സംഭവം നടന്നു. ലാലു പ്രസാദ് യാദവ് RJD അദ്ദേഹം JDUവിനെ ഇന്ത്യ മുന്നണിയിലേക്ക് ക്ഷണിച്ചു. ഇത് നമ്മുടെ നിതീഷ് കുമാറിന്. നിതീഷ് കുമാർ സാധാരണ ഇതിനൊക്കെ മുഖമടച്ചാണ് ഒരു ചെറിയ ചിരിയോട് ഞാനെങ്ങും പോകുന്നില്ല എന്നൊക്കെ പറയുന്ന ആളാണ്. ഇത്തവണ ഒന്നും മിണ്ടിയില്ല. പത്രക്കാർ ചോദിച്ചു എന്താ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തിട്ട് വണ്ടി കയറിപ്പോയി. ഇത് വലിയ സ്പെക്കുലേഷൻ ഇടയാക്കി. എന്തുകൊണ്ട് പഴയ പോലെ ഉറച്ച് പറഞ്ഞില്ല? ഒരുപക്ഷെ ഇത് പറഞ്ഞ് മടുത്തുകൊണ്ടായിരിക്കാം അദ്ദേഹം മിണ്ടാതിരുന്നത്. തേജസ്വി യാദവ്, ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവ് പറഞ്ഞു, JDUവിനെ ഞങ്ങൾ എടുക്കില്ല ഇന്ത്യ മുന്നണിയിൽ എന്ന് പറഞ്ഞു. ബട്ട് ലാലു യാദവ് പിന്നെയും പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അത് ഈ സ്റ്റാറ്റസ് കോയിസ്റ്റായ അല്ലെങ്കിൽ ഓവർ ആങ്ഷ്യസായ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ എത്തിയ ഒരച്ഛൻ്റെ ഒരു ആശങ്കയുണ്ടല്ലോ. മകനെങ്ങും എത്തിയിട്ടില്ല, തേജസ്വി അതെങ്ങും എത്തിയിട്ടില്ല. ആൾ ചെറുപ്പക്കാരനാണ്. ചെറുപ്പം പറഞ്ഞ് ഇപ്പോൾ 10, 50, 52 അങ്ങനെ എന്തോ വയസ്സായെന്ന് തോന്നുന്നു. ഏതായാലും ലാലു പ്രസാദ് യാദവ് എന്ന പഴയ സിംഹത്തിൻ്റെ സടയും ജടയും എല്ലാം കൊഴിഞ്ഞ് പല്ലും കൊഴിഞ്ഞ് വയസ്സായി. മകനാണെങ്കിൽ എങ്ങും എത്തിയിട്ടില്ല. അപ്പോൾ അവനെ ഏതെങ്കിലും ഒരു കരയ്ക്ക് അടുപ്പിക്കണമല്ലോ എന്ന് ഈ കാർന്നോർക്കുണ്ട്. അതാണ് കാർന്നോരിടയ്ക്കിടയ്ക്ക് JDU സ്വാഗതം എന്നൊക്കെ പറയും. JDU വാസ്തവത്തിൽ ഈ അപ്പുറത്തേക്ക് ചാടാൻ വലിയ മടിയൊന്നും ഇല്ലാത്ത കൂട്ടരാണ്. നമുക്ക് ഇങ്ങരുടെ ചരിത്രം അറിയാമല്ലോ. നിതീഷ് കുമാറിൻ്റെ. നിതീഷ് കുമാർ 2013 NDA മുന്നണി വിട്ട് അപ്പുറത്ത് ചാടിയതാണ്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയാകാം എന്നുള്ള മോഹം വെച്ചിട്ട്. ഇങ്ങനൊരു മോഹം ഉണ്ടാവാൻ കാര്യം എന്താണെന്നറിയാം? അതാണ് തമാശ. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഒരു ചർച്ചയിൽ നമ്മളുടെ നോബൽ സമ്മാനം കിട്ടിയ അമർത്യ സെൻ ഉണ്ടല്ലോ, അമർത്യ സെനോട് ആരോ ഒരു ചോദ്യം ചോദിച്ചു. ഈ നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകാൻ പറ്റിയ മെറ്റീരിയലാണോ എന്ന് ചോദിച്ചു. അമർത്യ സെൻ പറഞ്ഞു മിടുക്കനാണ് അദ്ദേഹം, സോഷ്യലിസ്റ്റാണ്, ബട്ട് NDAയിലാണ്. NDAയിൽ നിന്ന് രാജിവെച്ച് ഇപ്പുറത്തേക്ക് ചാടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ശോഭനമായ ഭാവിയുണ്ട് എന്ന് പറഞ്ഞു അമർത്യ സെൻ. അമർത്യ സെൻ എന്ന് പറയുന്ന പാവത്തിന് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ചുക്കോ ചുണ്ണാമ്പോ അറിഞ്ഞുകൂടാ. അങ്ങനെ എക്കണോമിക്സ് ഇതിനായിരിക്കും എനിക്കറിയില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഇന്ത്യ എന്നുള്ള സങ്കല്പത്തെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സ്വഭാവമുള്ള ആളാണ്. ഭാരതം എന്നുള്ള വാക്ക് ഉച്ചരിക്കുകയുമില്ല. അതാണ് നോബൽ സമ്മാനം കിട്ടാനുള്ള ഒരു കാരണം. എന്തു വായിക്കോട്ടെ, അമർത്യ സെൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിതീഷ് കുമാർ അറിഞ്ഞു. സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിതീഷ് കുമാർ NDA വിട്ട് അപ്പുറത്തേക്ക് ചാടി. പല കാര്യമുണ്ടായിരുന്നു. ഇതാണ് നിതീഷ് കുമാർ. വലിയ പക്ഷേ ആൾ സോഷ്യലിസ്റ്റാണ്. വലിയ കറപ്ഷനൊന്നുമില്ല. പുള്ളിയുടെ കൂട്ടത്തിലുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. തിരിച്ച് NDAയിലേക്ക് വന്നപ്പോൾ NDA സ്വാഗതം ചെയ്യുകയും ചെയ്തു. വർഷം കുറേയായി BJPക്ക് ബീഹാറിൽ ഒരു നേതാവില്ല. നേതാവ് ഉണ്ടായിരുന്നു എന്നൊക്കെ തർക്കിക്കാം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നേതാവ് ഉണ്ടായിരുന്നില്ല. കാരണം 2005 BJPക്കാണ് കൂടുതൽ MLAമാരുള്ളത്. പക്ഷേ സ്റ്റിൽ അവർ നിതീഷ് കുമാറിനോട് മുഖ്യമന്ത്രി ആയിക്കൊള്ളാൻ പറഞ്ഞു. ശരിയോ തെറ്റോ അന്ന് BJP ആ തീരുമാനമാണ് എടുത്തത്. അത് വാജ്പേയി, അദ്വാനി ഇതുപോലെ വലിയ ആൾക്കാർ കൂടി എടുത്ത തീരുമാനമാണ്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ BJPക്ക് സ്വയം അറിയാം ബീഹാറിലെ പൊളിറ്റിക്സ് മറ്റ് സ്ഥലങ്ങൾ, ബീഹാറിലെ ജാതി പൊളിറ്റിക്സ് അല്ലേ ആണ്, പക്ഷേ അതിൽ കൂടുതൽ ഒരുതരം സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സാണ് ബീഹാറിൽ നിലവിലുള്ളത്. തീർത്തും ജാതിയല്ല, ജാതിക്കപ്പുറം. എന്നാലും എല്ലാവരും ഒന്നെന്നുള്ള ചിന്താഗതി എത്തിയിട്ടില്ല. ഇതിനിടയിലുള്ള ഒരു പൊളിറ്റിക്സാണ് ബീഹാറിലുള്ളത്. ഇത്
റാം മനോഹർ ലോഹ്യയുടെ സ്വാധീനത്തിൽ വന്നതാണ്. പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയത് കർപ്പൂരി ഠാക്കൂറാണ്. കർപ്പൂരി ഠാക്കൂറിനെ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേര് അറിയും എന്നെനിക്കറിയില്ല. ഇന്ത്യൻ സംവരണ പ്രശ്നത്തിന് ഒരു ഫൈനൽ ഫോർമുല ഉണ്ടാക്കിയ ആൾ കർപ്പൂരി ഠാക്കൂറാണ്. സാമ്പത്തിക സംവരണം അടക്കം അന്ന് 1977-78 ഈ സംവരണ ഡിബേറ്റ് അന്ന് മണ്ഡൽ കമ്മീഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പോലുമില്ല. അതിന് മുമ്പേ ക്രാന്തദർശിയായ കർപ്പൂരി ഠാക്കൂർ പറഞ്ഞു, ഇത് നമ്മളെ വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ ജാതി പ്രശ്നം. അതുകൊണ്ട് ഐ ആം പുട്ടിങ് ഫോർത്ത് എ ഫോർമുല. അതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും കൂടെ ചേർത്തിട്ട് മനോഹരമായ ഫോർമുല കർപ്പൂരി ഠാക്കൂർ ഉണ്ടാക്കി. കർപ്പൂരി ഠാക്കൂർ സാധുവായിരുന്നു, ദരിദ്രനായിരുന്നു. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ദരിദ്രനായിട്ട് തന്നെ തുറന്നു, ദരിദ്രനായിട്ട് തന്നെ മരിച്ചു. 1988 മറ്റാണ് കർപ്പൂരി ഠാക്കൂർ മരിക്കുന്നത്. അന്ന് പീലു മോദി സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ജോർജ് ഫെർണാണ്ടസിൻ്റെ ഒരു അഡ്വൈസർ പീലു മോഡിയാണ്. പീലു മോഡി പറഞ്ഞിട്ട് ഭൂമിയിലെ ഏറ്റവും വലിയ മഹാപാപം ജോർജ് ഫെർണാണ്ടസ് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന ജനതാ പാർട്ടി സർക്കാർ മൊറാർജി ദേശായി, ഈ മൊറാർജി ദേശായിക്ക് അനുകൂലമായിട്ട് അത്യുജ്വലമായ പ്രസംഗം, പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഭീകരമായൊരു പ്രസംഗം വേറെ ഉണ്ടായിട്ടില്ല. വാജ്പേയിയെ മാറ്റി നിർത്തുന്ന പ്രസംഗം, അതാണ് ജോർജ് ഫെർണാണ്ടസ് ചെയ്തത്. പക്ഷേ പിറ്റേ ദിവസം അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞപ്പോൾ ജോർജ് മൊറാർജിക്കെതിരെ വോട്ട് ചെയ്തു. പിൽക്കാലത്ത് ജോർജ് ഒരുപാട് ഖേദിച്ചു. അത് ചോദിച്ചപ്പോൾ ജോർജ് പറഞ്ഞു, പീലു മോദി എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്, പീലു പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഇക്വേഷൻ. എനിവേ പീലു മോദി പറഞ്ഞിട്ട് ആ മഹാഭാവം ജോർജ് ഫെർണാണ്ടസ് ചെയ്തു. അത് തെറ്റാണെന്ന് പിന്നെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ പോയല്ലോ. ജിന്ദഗി കെ സഫർ മേ ഗുസർ ജാത്തെ ഹെ ജോ മക്കാം ഓ ഫിർ നഹീ ആത്തെ എന്ന് പറഞ്ഞ് കിഷോർ കുമാറിൻ്റെ പ്രശസ്തമായൊരു പാട്ടുണ്ട്. ആ സാഹചര്യങ്ങൾ പിന്നെ തിരിച്ചു വരില്ല, അത് പോയി. അങ്ങനെ ജോർജ് ഫെർണാണ്ടസ് പിന്നീട് 88 പീലു മോദി ഇതേ അഡ്വൈസ് കൊടുക്കുന്നു ജോർജ് ഫെർണാണ്ടസിനോട്, നീ തിരിച്ച് ബീഹാറിൽ പോകണം, ബീഹാർ പൊളിറ്റീഷ്യനാവുക. ഈ കർപ്പൂരി ഠാക്കൂറിൻ്റെ ലെഗസി മുന്നോട്ട് കൊണ്ടുപോകാൻ ജോർജിൽ നിനക്ക് പറ്റും. ജോർജ് വാസ് അക്സെപ്റ്റബിൾ ടു എവരിബഡി. ശത്രുക്കളുടെ ഇടയ്ക്ക് പോലും ജോർജിന് ഒരു മാന്യമായ സ്ഥാനമുണ്ട്. കാരണം ജോർജ് കറക്റ്റല്ല, ജോർജ് അസാമാന്യ ജനകീയനാണ്, സിമ്പിൾ ലിവിങ് ആണ്, സത്യസന്ധനാണ്, തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്നവനാണ്. ഓപ്പണായിട്ട് ഒരു രാഷ്ട്രീയക്കാരനും ചെയ്യാത്ത കാര്യങ്ങൾ ജോർജ് ചെയ്യും ധൈര്യമായിട്ട്. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, മൈ ഗോഡ് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് തുറന്നു പറയും, സ്റ്റേജിൽ വിളിച്ചു പറയും. ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, ചിരി വന്നാൽ ചിരിക്കും. ഇതാണ് ജോർജ്. നേരെ വാ എന്നുള്ള ഒരുത്തൻ. പീലു മോദി പറഞ്ഞു, നീ ബീഹാറിൽ പൊക്കൊന്നു. ജോർജ് ചെയ്തില്ല. ജോർജ് പറയും, വേണ്ട, ഞാൻ ഡൽഹി പൊളിറ്റിക്സിൽ നിന്നോളാം. അന്ന് ജോർജ് ബീഹാറിൽ പോയിരുന്നെങ്കിൽ ബീഹാറിൻ്റെ സ്ഥിതി തന്നെ കംപ്ലീറ്റ് മാറിമറിയുന്നു. ജോർജ് ബേസിക്കലി സോഷ്യലിസ്റ്റ് ആയിരുന്നെങ്കിലും ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. ജോർജിൻ്റെ നമ്പർ 1 ശത്രു ചൈനയായിരുന്നു. വിൽ യു ബിലീവ്? ജോർജിൻ്റെ, മുലായം സിംഗ് യാദവിൻ്റെ ഒക്കെ ശത്രു. മുലായം സിംഗിൻ്റെ അത്രയും ചൈന വിരുദ്ധനെ നിങ്ങൾക്ക് BJP കാണാൻ പ്രയാസമാണ്. മുലായം സിംഗ് മറ്റു രീതിയിൽ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഹിന്ദുക്കളെ, ഞാനതൊന്നും മറന്നുകൊണ്ടല്ല പറയുന്നത്. ബട്ട് ആ മനുഷ്യന് ചൈനയോടുള്ള ദേഷ്യം അങ്ങനെ ഡിഫൻസ് മിനിസ്റ്റർ ആയപ്പോഴും അത് തന്നെ പ്രവർത്തിച്ചു. ബ്രീഫ്ലി മുലായം സിംഗ് യാദവ് ഡിഫൻസ് മിനിസ്റ്ററായിരുന്നു കേന്ദ്രത്തിൽ. അതുകൊണ്ട് ജോർജ് വിചാരിച്ചാൽ അന്ന് ബീഹാറിലെ അന്തരീക്ഷം മാറ്റാമായിരുന്നു. ജോർജ് അത് ചെയ്തില്ല. അതും കടന്നുപോയി. കിഷോർ കുമാറിൻ്റെ പാട്ടിൽ നിന്ന പോലെ 1988 കടന്നുപോയി. 78 പീലു മോദി പറഞ്ഞത് കേട്ടു, ജോർജ് അബദ്ധം ചെയ്തു. 88 ജോർജ് അത് കേട്ടില്ല, അതും അബദ്ധമായി. ജോർജിൻ്റെ 2 അബദ്ധങ്ങളിൽ ബീഹാർ എന്നൊരു സംസ്ഥാനത്തിൻ്റെ ഭാവി ഗതി തിരിഞ്ഞുപോയി. BJPക്ക് അപ്പോഴും ബീഹാറിൽ ഒരു ലോക്കൽ ലീഡറിനെ ഉണ്ടാക്കാൻ പറ്റിയില്ല. ലുക്ക് അറ്റ് ബീഹാർ. ഉത്തർപ്രദേശിൽ കല്യാൺ സിംഗ്
ലോക്കൽ ലീഡറായിരുന്നു, BJPയുടെ മുഖ്യമന്ത്രിയായിരുന്നു, വളരെ ജനപ്രിയനായിരുന്നു. ഈ അയോധ്യ സംഭവം ഒക്കെ നടക്കുമ്പോൾ കല്യാൺ സിംഗ് വാസ് ലീഡിങ്. ഇപ്പോൾ യോഗി ആദിത്യനാഥ് അൺഡിസ്പ്യൂട്ടഡ് BJP ലീഡർ, ഹിന്ദു ലീഡർ. ബട്ട് ബീഹാറിൽ ആരാ ഉള്ളത്? ബീഹാറിൽ ആളില്ല. ഇത്രയും കാലമായിട്ട് ബീഹാറിൽ ഒരാളെ ഉണ്ടാക്കാനും BJPക്ക് സാധിച്ചില്ല. അതിന് പല കാരണങ്ങളുണ്ടാകാം. മധ്യപ്രദേശിൽ നോക്കും, മോഹൻ യാദവ് ഒരു നേതാവിനെ ഉണ്ടാക്കി. എന്തിന്? അടുത്ത കാലത്ത് കിട്ടിയ സംസ്ഥാനമാണ് ഒറീസ. മോഹൻ മാഞ്ചി എന്ന നേതാവുണ്ടായി. ആസാമിൽ കോൺഗ്രസിൽ നിന്ന് വന്നയാളായിക്കോട്ടെ ഹിമന്ത ബിശ്വ ശർമ്മയുണ്ടായി. ഒരു ലോക്കലി ആൾക്കാർക്ക് റാലി ചെയ്യാനൊരു പോയിൻ്റ് വേണ്ടേ? അത് ഇത്രയും വർഷമായിട്ട്, ഞാൻ അധികം പുറകിലേക്കൊന്നും പോകുന്നില്ല, ഒരു 36 വർഷം. ഈ 36 വർഷത്തിനിടയ്ക്ക് അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള, മുന്നോക്കത്തിനും പിന്നോക്കത്തിനും ഒക്കെ സർവ്വസമ്മതനായിട്ടുള്ള ഒരു ഫയർ ബ്രാൻഡ് ലീഡർ ഇത് ബീഹാറിൽ ഇല്ലാതെ പോയി. അപ്പോൾ നിതീഷ് കുമാർ വിചാരിച്ചു കഴിഞ്ഞാൽ മോദിക്കൊരു ക്ഷതം സംഭവിക്കില്ലേ? സംഭവിക്കും. നിതീഷ് കുമാർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മോദി സർക്കാർ താഴെ വീഴുമോ? വീഴുമൊന്നുമില്ല, പക്ഷെ ഒന്ന് ആടി കളയും. മോദി ഈ വീഴ്ചകളെ തൻ്റെ വിജയമാക്കി മാറ്റുന്നതിൽ മിടുക്കനാണ് മോദി. അവിടെയാണ് മോദിയെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. പഴയൊരു അമേരിക്കൻ പ്രസിഡൻ്റ്, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല, വൺ മാൻ വിത്ത് കറേജ് ഈസ് ദ മെജോറിറ്റി എന്ന് അദ്ദേഹം പറഞ്ഞു. പേരിപ്പോൾ കിട്ടുന്നില്ല കേട്ടോ, ഇരിക്കട്ടെ. നിങ്ങൾ ഗൂഗിളിൽ നോക്കുമ്പോൾ വൺ മാൻ വിത്ത് കറേജ് ഈസ് ദ മെജോറിറ്റി. ഇതാണിപ്പോൾ നരേന്ദ്രമോദിക്ക് 240 സീറ്റേ ഉള്ളൂ BJPക്ക്. ബട്ട് വല്ല പേടി, വല്ല കുലുക്കമുണ്ടോ എന്ന് നോക്കിയേ. RJD നേതാവ് ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറിനെ വിളിക്കുന്നു. നിതീഷ് കുമാർ ഞാൻ വരുന്നില്ല എന്ന് തീർത്ത് പറയുന്നില്ല. ലാലുവിൻ്റെ മകൻ തേജസ്വി യാദവ് വന്നാലും ഞങ്ങൾ എടുക്കില്ല എന്ന് പറയുന്നു. മോദി മോദി മൈൻഡ് ചെയ്യുന്നില്ല. കം വാട്ട്മേ ഞാൻ മുന്നോട്ട് പോകുന്നു. കാര്യം എന്താ? എനിക്ക് ഭൂരിപക്ഷമുണ്ട്. അതെങ്ങനെ? നിതീഷ് പോയാൽ നിങ്ങൾക്ക് ഭൂരിപക്ഷം? പോയി നോക്കട്ടെ, പോകാനുള്ളതും പോട്ടെ എന്ന്. ഇതാണ് വൺ മാൻ ഈസ് മെജോറിറ്റി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയാൻ കാര്യം. വൺ മാൻ വിത്ത് കറേജ്. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ എണ്ണമല്ല, നിങ്ങളുടെ ധൈര്യമാണ് നിങ്ങളുടെ മെജോറിറ്റി. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നാലെ വരും. അതുകൊണ്ട് മോദിയുടെ ആക്ഷൻസിലൊന്നും ഒരു പരിഭ്രമവും നിങ്ങൾ കാണുന്നില്ല, ഞാൻ കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ 2014-ലോ 2019-ലോ ഉള്ളതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പം മോദി പെരുമാറുന്നത്. ആർക്കെങ്കിലും പോകാനുണ്ട്, പോയാൽ നീ മുടിഞ്ഞു പോകും, എനിക്കൊരു ചുക്കും വരില്ല. അത് ശരിയുമാണ്. ഇപ്പോൾ പോയി എന്ന് വെച്ചോ, നിതീഷ്, ചന്ദ്രബാബു നായിഡു ഒക്കെ കൂടെ ഇറങ്ങിപ്പോകും, കൂടെയുള്ള കുറേ സ്വതന്ത്രന്മാരും ഒക്കെ ഇറങ്ങിപ്പോകും. മോദി സർക്കാർ താഴെ വീഴുന്നു. അടുത്തൊരു തെരഞ്ഞെടുപ്പായിരിക്കും ഫലം, ഇല്ലേ? അല്ലാതെ അപ്പുറത്ത് പോയിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കി ഭരിക്കാനൊന്നും പോകുന്നില്ലല്ലോ, നടക്കുന്ന കേസല്ല. കൺട്രി വിൽ ഗോ ടു ആൻ ഇൻറ്ററിം പോൾ. ഇൻറ്ററിം പോളിൽ എന്ത് സംഭവിക്കും? ഓബ്വിയസ്ലി മോദി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ഏതായാലും ഇപ്പോൾ ഉള്ള 240 സീറ്റെങ്കിലും മോദി ഒപ്പിക്കും. ഇപ്പോൾ ഉള്ള സീറ്റ് നിതീഷ് കുമാറിന് ഉറപ്പാണോ? ഇല്ല. ചന്ദ്രബാബു നായിഡുവിന് ഉറപ്പാണോ? ഇല്ല. മോദിക്ക് ഉറപ്പില്ലേ? ഉണ്ട്. ഇതാണ് വൺ മാൻ വിത്ത് കറേജ് ഈസ് മെജോറിറ്റി എന്ന് പറയുന്നത്. മെജോറിറ്റി ഇല്ലാത്തപ്പോൾ പോലും പെർസീവ്ഡ് മെജോറിറ്റിയുടെ പുറത്ത് ആറാംസെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യേണ്ടതെല്ലാം ചെയ്യുക. വഖഫ് ഭേദഗതി കൊണ്ടുവന്നു. ഇവർക്ക് അവരുടെ കമ്മിറ്റി, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വിടണം. ശരി, വിട്ടോ എന്ന് പറഞ്ഞു. വൺ നേഷൻ വൺ ഇലക്ഷൻ സങ്കല്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ മാറ്റം വരുന്ന കാര്യമാണ്. ബട്ട് ഹീ പ്രസൻറ്റഡ് ഇറ്റ്. ആ JPCക്ക് വിടണം. ഡിസ്കസ് ചെയ്തു. വിത്തൗട്ട് ഡിസ്കഷൻ നമുക്ക് പാസ്സാക്കുന്ന മര്യാദയില്ല. പാസ്സാക്കുകയൊക്കെ ചെയ്യാം, ബട്ട് ഇറ്റ്സ് നോട്ട് ഫെയർ. അതുകൊണ്ട് ദാറ്റ് ഓൾസോ സെൻഡ് ടു JPC. ഇവിടെ നിതീഷ് കുമാർ ഇനി പോകണമെന്ന് വിചാരിച്ചാൽ പോലും ഇത് അപകടമാകുമെന്നറിയാം. RJDയെ സംബന്ധിച്ചിടത്തോളം അവർ വെയിറ്റ് ചെയ്യുന്നത് നിതീഷ് കുമാർ പൊളിറ്റിക്സിൽ അപ്രസക്തനാകുക, ഒന്നുകിൽ വയസ്സാവുക അല്ലെങ്കിൽ മരിച്ചു പോവുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ JDUവിലെ അടുത്ത നേതാവാരാ? JDUവിൻ്റെ ഒരു പ്രതിസന്ധി അതാണ്. നിതീഷ് കുമാറിൻ്റെ തൊട്ട് താഴെ തലപ്പൊക്കമുള്ള വേറൊരു നേതാവില്ല.
ഉള്ളത് നമ്മുടെ ലോക്സഭയിൽ മന്ത്രിയൊക്കെ ആയിരിക്കുന്ന ലല്ലൻ സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ആർ നോട്ട് വെരി സീരിയസ്. ജനങ്ങൾ അവരെയൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നിതീഷ് കുമാർ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചാൽ അല്ലെങ്കിൽ മരിച്ചുപോയാൽ JDU ഓട്ടോമാറ്റിക്കലി തങ്ങളുടെ കൂടെ വരും എന്ന് RJD പ്രതീക്ഷിക്കുന്നു. ഇത് തന്നെ BJPയും പ്രതീക്ഷിക്കുന്നു. പക്ഷേ RJDക്ക് ഒരു നേതാവുണ്ട്. എത്ര തല്ലിപ്പൊളി ആയിക്കോട്ടെ, 8ാം ക്ലാസ് പാസ്സായി 12ാം ക്ലാസ് എത്തിയെന്ന് ചിലരൊക്കെ പറയുന്നു. തേജസ്വി യാദവ്, അങ്ങനെ ഒരു കവള് വെറുത്ത ചെറുക്കൻ അവരുടെ നേതാവായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. ബട്ട് BJPക്ക് അതില്ല. ഈ JDU ഇല്ല. ഈ നിതീഷ് കുമാറിൻ്റെ യുഗം അവസാനിക്കുമ്പോൾ ആ JDU BJPയിലേക്ക് വരണമെങ്കിൽ BJPക്ക് ഒരു റാലിയിങ് പോയിൻ്റ് വേണ്ടേ? അതില്ല BJPക്ക്. അതിനിടയിൽ അതുണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സീരിയസ് ആയിട്ട് നോക്കുമ്പോൾ ഞാൻ ഒരു ശ്രമവും കാണുന്നില്ല. ഏകദേശം ഈ ഒരു ലോക്കൽ സംസ്ഥാനം മൊത്തം പിടിച്ചെടുക്കാൻ പറ്റിയ കപ്പാസിറ്റിയുള്ള ഒരു നേതാവിനെ ഞാൻ കാണുന്നില്ല. 1-2 പേരിടയ്ക്ക് വന്നു കേട്ടോ. ബട്ട് അവരൊക്കെ കറപ്ഷൻ ചാർജസിലും കാലുമാറ്റക്കാരും ഒക്കെ ആയിട്ട് വന്ന പോലെ പോവുകയും അലമ്പായി തീരുകയും ചെയ്തു. അതൊക്കെ BJP മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായങ്ങളാണ് ബീഹാർ BJPയുടെ. എന്ത് വാങ്ങിക്കോട്ടെ, ഇപ്പോൾ അവർക്ക് നേതാവില്ലാതെ നിൽക്കുന്നു. ഈ അവസ്ഥയിൽ ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ലോക്കൽ ഇലക്ഷനല്ല, നിയമസഭാ ഇലക്ഷൻ. അപ്പോൾ BJPക്ക് എന്തുകൊണ്ടും ക്രൂഷ്യലായ ഒരു ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ആ ഇലക്ഷനിൽ നിതീഷ് കുമാർ എങ്ങും പോവില്ല എന്ന് മോദിക്കറിയാം. പക്ഷേ പൊയ്ക്കളയെന്നൊക്കെ പറഞ്ഞ് നിതീഷ് കുമാർ പേടിപ്പിച്ചു എന്ന് വരും. നിതീഷ് കുമാർ കുറച്ച് സ്വാഭാവികമായിട്ട് ഈഗോ ഉണ്ടാകുമല്ലോ. ഈ NDA ഈ അലയൻസിലെ ഒരു പ്രധാന പാർട്ട്ണർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഉത്തരേന്ത്യൻ പത്രങ്ങളിൽ വരുന്ന വാർത്ത, നിതീഷ് കുമാർ ആകെ 2 പേരോടെ സംസാരിക്കുകയുള്ളൂ. ഒന്ന് നരേന്ദ്രമോദി, പിന്നെ അമിത്ഷാ. വേറെ ഒരു BJPക്കാരെയും പുള്ളി മൈൻഡ് ചെയ്യില്ല. ബീഹാറിലെ BJPക്കാർക്കൊക്കെ പുല്ല് വിലയാണ്. അവരോടൊന്നും സംസാരിക്കില്ല. 2 പേര്. ഒരു തവണയോ മറ്റോ മോദിയും സ്നബ് ചെയ്തു. ഇദ്ദേഹം ഡൽഹിയിൽ വന്നു. മോദി പറഞ്ഞു കാണാൻ നേരമില്ല. അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാതെ പാറ്റ്നയിൽ നിന്ന് വണ്ടി കയറി വന്നതാണ്. മോദി ഓഫീസിൽ നിന്ന് അറിയിച്ചു, അയ്യോ ഇന്ന് പ്രൈം മിനിസ്റ്ററെ കാണാൻ പറ്റില്ല, നാളെ വൈകുന്നേരം വേണമെങ്കിൽ കാണാം. അപ്പോൾ 1.25 ദിവസം കാത്തിരിക്കാൻ പറ്റും ഒരു മുഖ്യമന്ത്രിക്ക്, പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിതീഷ് തിരിച്ചുപോയി. ഇതൊക്കെ ഈ ഗ്രേപ്പ് വൈൻ സ്റ്റോറീസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ബട്ട് ദെൻ അത് ഒരു സ്നബായിരുന്നു. അതായത് നിതീഷ് കുമാറിനോട് ഈ വല്ലാതെ അങ്ങനെ ആൾ കളിക്കല്ലേ, ബിക്കോസ് ഐ ആം എ മാൻ വിത്ത് കറേജ്, ഐ ഹാവ് മെജോറിറ്റി. ഇതാണ് മോദി കൊടുക്കുന്ന സിഗ്നൽ. ആ സിഗ്നൽ ഇദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് അതുപോലത്തെ സാഹസങ്ങളൊന്നും കാണിച്ചിട്ടുമില്ല. ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു സ്ഥാനം ബീഹാർ എന്ന സംസ്ഥാനത്തിനുണ്ട്. അത് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ബാബു രാജേന്ദ്ര പ്രസാദിൻ്റെ സ്ഥലമാണ്, ജഗജീവൻ റാമിൻ്റെ സ്ഥലമാണ്, കർപ്പൂരി ഠാക്കൂറിൻ്റെ സ്ഥലമാണ്, റാം മനോഹർ ലോഹ്യയുടെ സ്ഥലമാണ്. ഇവരുടെ എല്ലാം തട്ടകമാണ്. എത്ര സോഷ്യലിസ്റ്റ് പാർട്ടി, ഈ ലോക് ദൾ, ജനതാദൾ, അത് ഇതൊക്കെ സകല രാഷ്ട്രീയ രാസ പരീക്ഷണങ്ങളുടെയും ശാലയാണ് ബീഹാർ. ബീഹാറിനെ വിട്ടിട്ട് ഒരു ഭാരതത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റില്ല. അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ള, പോരാഞ്ഞിട്ട് പുണ്യസ്ഥലങ്ങളൊക്കെയുള്ള ഗയ ഇതുപോലത്തെ പുണ്യസ്ഥലങ്ങളെ മോക്ഷത്തിന് പലരും കാശി എന്ന് പറയുമെങ്കിലും കാശിയേക്കാൾ പവിത്രമായിട്ട് കരുതുന്ന സ്ഥലമാണ് ഗയ. അത് ബീഹാറിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ബീഹാറിൽ പാടലീപുത്രം എന്ന് പറയുന്ന നഗരം, അത് ബീഹാറിലാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ ചരിത്രം എടുത്താലും ഭൂമിശാസ്ത്രം എടുത്താലും ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡേ പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാലും ബീഹാറിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അവിടെ നടക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും എന്നെപ്പോലെയുള്ള രാഷ്ട്രവാദികൾക്ക് ശ്രദ്ധിക്കാതെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചത്. താങ്ക് യു.